വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമിയിലെ തൊറാക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോങ്ങസിയാണ് മീഡിയാസ്റ്റനം. അപ്പോൾ മീഡിയാസ്റ്റനം ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കാം. റൈറ്റ് പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്, ലെഫ്റ്റ് പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്. ആ രണ്ട് പ്ലൂറൽ ക്യാവിറ്റിയുടെ ഇടയിലുള്ള ഒരു സെപ്റ്റമാണ് മീഡിയാസ്റ്റനം. ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടു, അതാണ് മീഡിയാസ്റ്റനം. ഇനി അതിൻ്റെ ബൗണ്ടറീസ് നോക്കാം. ആൻറ്റീരിയർലി സ്റ്റേർണം, പോസ്റ്റീരിയർലി വെർട്ടിബ്രൽ കോളം. ഓക്കെ, സുപ്പീരിയർലിയോ സുപ്പീരിയർ തൊറാസിക് അപ്പേർച്ചർ, ഇൻഫീരിയർലിയോ ഡയഫ്രം, ഓൺ ഈച്ച് സൈഡ് മീഡിയാസ്റ്റനൽ പ്ലൂറൽ. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കി, ആൻറ്റീരിയർലി സ്റ്റേർണം ഉണ്ട്, പോസ്റ്റീരിയർലി തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, മേലെ എന്താണ് സുപ്പീരിയർലി പ്ലെയിൻ ഓഫ് സുപ്പീരിയർ തൊറാസിക് ഇൻലെറ്റ്, ഇൻഫീരിയർലി കണ്ടോ ഡയഫ്രം ഉണ്ട്. ഓക്കെ, ദെൻ കണ്ടൻസ് ഓഫ് മീഡിയാസ്റ്റനം. മെയിൻ കണ്ടൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഹാർട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ ഫിഗറിൽ എന്ത് കാണാം? ഹാർട്ട് കാണാം. പിന്നെ കണ്ടോ തൈമസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, തൈമസ് ഉണ്ട്. പിന്നെ ഈസോഫാഗസ് ഉണ്ട്. ഓക്കെ, ട്രക്കിയ കാണാം. അപ്പം ഹാർട്ട് കണ്ടു, തൈമസ് കണ്ടു, ഈസോഫാഗസ്, ട്രക്കിയ, രണ്ട് ട്യൂബ്സ് കണ്ടു. പിന്നെ കുറച്ച് ആർട്ടറീസ്, കുറച്ച് വെയിൻസ് ഒക്കെ ഉള്ളത്. ആർട്ടറി നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, റൈറ്റ് പൾമറി ആർട്ടറി, ലെഫ്റ്റ് പൾമറി ബ്രോങ്കസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി വരുന്നുണ്ട്, അയോട്ട വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ കണ്ടൻസ് ഇതൊക്കെയാണ്: തൈമസ്, ഹാർട്ട്, മേജർ ആർട്ടറീസ്, വെയിൻസ്, ട്രക്കിയ, ഈസോഫാഗസ്, തൊറാസിക് ഡക്റ്റ്, പിന്നെ കുറച്ച് ന്യൂറൽ സ്ട്രക്ചേഴ്സ്, ഫ്രെനിക് നെർവ്, വേഗസ് നെർവ് പോലെ അങ്ങനെ, പിന്നെ ലിംഫ് നോട്ട്സ്. ഇതാണ് മെയിൻ കണ്ടൻസ്. ഇനി ഡിവിഷൻസ്. മീഡിയാസ്റ്റനം നമ്മൾ ജസ്റ്റ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സുപ്പീരിയർ മീഡിയാസ്റ്റനം, ഇൻഫീരിയർ മീഡിയാസ്റ്റനം. അതെങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഈ ഒരു സ്റ്റേർണൽ പ്ലെയിൻ കണ്ടോ? ഈ ഒരു സ്റ്റേർണൽ പ്ലെയിൻ ആണ് മൊത്തം മീഡിയാസ്റ്റനത്തിനെ സുപ്പീരിയർ ആയിട്ടും ഇൻഫീരിയർ ആയിട്ടും ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഇൻഫീരിയറിനെ തന്നെ നമ്മൾ ഹാർട്ടിൻ്റെ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയർ ടു ഹാർട്ട്, അല്ലെങ്കിൽ ആ പെരികാർഡിയത്തിന് ആൻറ്റീരിയർ ആയിട്ട് ആൻറ്റീരിയർ മീഡിയാസ്റ്റനം. പിന്നെ മിഡിൽ മീഡിയാസ്റ്റനം എന്ന് പറയുമ്പോൾ ഹാർട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇനി ഹാർട്ടിന് ശേഷമുള്ളതാണ് പോസ്റ്റീരിയർ മീഡിയാസ്റ്റനം. ഓക്കെ, അപ്പം സ്റ്റേർണൽ പ്ലെയിൻ മൊത്തം മീഡിയാസ്റ്റനത്തിനെ സുപ്പീരിയർ ഇൻഫീരിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫീരിയർ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് ആൻറ്റീരിയർ, മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സുപ്പീരിയർ മീഡിയാസ്റ്റനം. സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ ബൗണ്ടറി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് പഠിക്കാൻ പറ്റും. കണ്ടോ, ഇതാണല്ലോ ഈ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡാണല്ലോ സുപ്പീരിയർ മീഡിയാസ്റ്റനം, ഒരു ക്രീം ഷെയ്ഡ്. അതിൻ്റെ ആൻറ്റീരിയർലി എന്താണ്? സ്റ്റേർണം തന്നെയാണ്. പോസ്റ്റീരിയർലി T1 to T4 വെർട്ടിബ്ര. മേലെ എന്തുണ്ട്? ആ സുപ്പീരിയർ തൊറാസിക് ഇൻലെറ്റ് ഉണ്ട്. താഴെ ഇൻഫീരിയർ ബോർഡർ എന്താണ്? ആ ഒരു സ്റ്റേർണൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ ബൗണ്ടറീസ്. കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫിഗർ നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവും? കണ്ടൻസിൽ ഓക്കെ, ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആർട്ടറികൾ നോക്കാം. ബ്രേക്കിയോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, ആർച്ച് ഓഫ് അയോട്ട. മെയിൻ ആർട്ടറീസ് നമ്മൾ സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻസ്, മെയിൻ നല്ല കണ്ടൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്രേക്കിയോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി. ഈ ഒരു ഫിഗറിൽ ആ ഒരു റെഡ് ഷെയ്ഡിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് ആർട്ടറീസ്. ഇനി വെയിൻ നോക്കാം. വെയിൻസിൽ റൈറ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ, ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ. കണ്ടോ ഫിഗർ കണ്ടോ? റൈറ്റും ലെഫ്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ സുപ്പീരിയർ വീന കാവ വരുന്നുണ്ട്, അതുപോലെ ലെഫ്റ്റ് സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിനും വരുന്നുണ്ട്. നെർവ്സ് ഓഫ് റൈറ്റ് വേഗസ് നെർവ്, ലെഫ്റ്റ് വേഗസ് നെർവ്, അതുപോലെ ലെഫ്റ്റ് റെക്കറൽ ലാരിഞ്ചൽ നെർവ് വരുന്നുണ്ട്. ഈസോഫാഗസും ട്രക്കിയും വരുന്നുണ്ട്. അതുപോലെ നെർവ്സിൽ വരുന്നതാണ് സിമ്പത്തറ്റിക് ചെയിൻ വരുന്നുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സിമ്പത്തറ്റിക് ചെയിൻ. ഓക്കെ, തൈമസ്, തൊറാസിക് ഡക്റ്റ്, കുറച്ച് മസിൽസ്, ലോങ്ങസ് കോളൈ, സ്റ്റേണോ തൈറോയിഡും സ്റ്റേണോ ഹയോഡൊക്കെ. അപ്പോൾ സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൽ ഇത്രയും കണ്ടൻസ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കണ്ടൻസ് ഓർക്കാൻ പാടാന്ന് വിചാരിക്കും, പക്ഷേ ഈ ഒരു ഫിഗർ ഓർക്കുക. കുറച്ച് ആർട്ടറികൾ, കുറച്ച് വെയിന്, കുറച്ച് നെർവ്, പിന്നെ കുറച്ച് മസിൽസും ഉണ്ട്. എല്ലാം മൂന്ന് മൂന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പഠിക്കാൻ നോക്കുക. അപ്പോൾ 3 ആർട്ടറി, 3 വെയിൻ, 3 മസിൽ, പിന്നെ തൈമസ്, തൊറാസിക് ഡക്റ്റും ട്രക്കി, ഈസോഫാഗസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ മീഡിയാസ്റ്റനം സുപ്പീരിയർ മീഡിയാസ്റ്റനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഫീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ 3 പാർട്ട്: ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, മിഡിൽ. അതിൽ ആൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ബൗണ്ടറീസ് നോക്കി, ഈ ഒരു ഫിഗർ ഉണ്ടോ? ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണല്ലോ ആൻറ്റീരിയർ മീഡിയാസ്റ്റനം. അതിൻ്റെ ആൻറ്റീരിയർലി സ്റ്റേർണം ഉണ്ട്, പോസ്റ്റീരിയർലി പെരികാർഡിയം ആയിരിക്കുമല്ലോ, കാരണം ഹാർട്ട് ഇൻക്ലോസ് ചെയ്തേക്കുന്ന പെരികാർഡിയം. സുപ്പീരിയർലി എന്താണ്? സ്റ്റേർണൽ പ്ലെയിൻ ഉണ്ട്. ഇൻഫീരിയർലി എന്തുണ്ട്? നമ്മുടെ ഡയഫ്രം ഉണ്ട്. ഓക്കെ, അതാണ് ബൗണ്ടറീസ് ഓഫ് ആൻറ്റീരിയർ മീഡിയാസ്റ്റനം എന്ന് പറയും. ഓക്കെ, ദെൻ കണ്ടൻസ് നോക്കാം. ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? ലൂസ് ഏരിയോള ടിഷ്യൂ, പിന്നെ ഒരു സ്റ്റേണോ പെരികാർഡിയൽ ലിഗമെൻറ്റ്സ് വരുന്നുണ്ട്, കുറച്ച് ലിംഫ് നോട്ട്സ് വരുന്നുണ്ട്. ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി ഇല്ലേ, ഇൻറ്റേർണൽ മാമറി ആർട്ടറി, അതിൻ്റെ മീഡിയാസ്റ്റൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. പിന്നെ തൈമസ്, ലോവർ പോർഷൻ ഓഫ് തൈമസും വരുന്നുണ്ട് ചിൽഡ്രനിൽ. ഓക്കെ, ലൂസ് ഏരിയൽ ടിഷ്യൂ, സ്റ്റേണോ പെരികാർഡിയൽ ലിഗമെൻറ്റ്, ലിംഫ് നോട്ട്സ്, പിന്നെ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറിയുടെ ബ്രാഞ്ചസ്, മീഡിയാസ്റ്റൽ ബ്രാഞ്ചസ്, തൈമസിൻ്റെ ലോവർ പോർഷൻ.
അതാണ് ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൽ വരുന്നത്. ഇനി പോസ്റ്റീരിയർ മീഡിയാസ്റ്റനം നോക്ക്. ഇതിൽ നമുക്ക് സുപ്പീരിയർ റിലേഷൻ എങ്ങനെയാണ്? സ്റ്റേർണൽ പ്ലെയിന്, ഇൻഫീരിയർലി ഡയഫ്രം, ആൻറ്റീരിയർലി എന്തുണ്ട്? നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ മീഡിയാസ്റ്റനം നോക്കുന്നത്. ആൻറ്റീരിയറിൽ എന്താണ്? നമ്മുടെ ഹാർട്ട് വരുന്നുണ്ട്. ഹാർട്ട് ആൻറ്റീരിയർലി വരുന്നുണ്ട്. ഓക്കെ. പോസ്റ്റീരിയർലി എന്ത് വരുന്നുണ്ട്? T4 തൊട്ട് T12 വരെയുള്ള ആ ഒരു ലോവർ 8 വെർട്ടിബ്ര വരുന്നുണ്ട്. ഓക്കെ. ത്രാസിക് വെർട്ടിബ്രയും വരുന്നുണ്ട്. അപ്പം ഇതാണ് പോസ്റ്റീരിയർ. നമുക്ക് ഈ ഒരു ഫിഗർ വഴി സുപ്പീരിയർ, ആൻറ്റീരിയർ, മിഡിൽ, പോസ്റ്റീരിയർ എല്ലാ മീഡിയാസ്റ്റനത്തിൻ്റെയും ബൗണ്ടറീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ഫിഗർ മതി. ഓക്കെ. ദെൻ പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? ഈസോഫാഗസ്, തൊറാസിക് ഡക്ട്, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, അതിൻ്റെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. കുറച്ച് വെയിൻ, അസൈഗസ്, ഹെമിസൈഗസ് വെയിൻ, നെർവ്, വേഗസ് നെർവ്, സിമ്പത്തറ്റിക് ട്രക്ക്, പിന്നെ മീഡിയാസ്റ്റനൽ ലിംഫ് നോഡ്. ഈ മീഡിയാസ്റ്റനത്തിൻ്റെയൊക്കെയും കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ആർട്ടറി, വെയിൻ, നെർവ്സ്, കുറച്ച് ലിംഫ് നോഡ്സ്, പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ട്യൂബൽ സ്ട്രക്ചേഴ്സ്, പിന്നെ തൊറാസിക് ഡക്ട്, അങ്ങനെയൊക്കെയാണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻറ്റീരിയർ മീഡിയാസ്റ്റനോ പോസ്റ്റീരിയർ മീഡിയാസ്റ്റനോ ബൗണ്ടറി കണ്ടൻസ് ഒക്കെ പഠിച്ചു. ലാസ്റ്റ് മീഡിയാസ്റ്റനമാണ് മിഡിൽ മീഡിയാസ്റ്റനം. നമ്മൾ ബൗണ്ടറീസ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ മിഡിൽ മീഡിയാസ്റ്റനം, അപ്പോൾ സുപ്പീരിയർലി സ്റ്റേർണൽ പ്ലെയിൻ, ഇൻഫീരിയർലി ഡയഫ്രം, ആൻറ്റീരിയർലിയോ ആൻറ്റീരിയർ മീഡിയാസ്റ്റനം, പോസ്റ്റീരിയർലിയോ പോസ്റ്റീരിയർ മീഡിയാസ്റ്റനം വരുന്നുണ്ട് മിഡിൽ മീഡിയാസ്റ്റനത്തിൻ്റെ. ഇനി അതിൻ്റെ കണ്ടൻസ് നോക്കാം. കണ്ടൻസ് വന്നിട്ട് ഈ ഒരു ഫിഗർ പഠിച്ചാൽ മതി, നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. ഹാർട്ട്, മെയിൻ കണ്ടൻറ്റ് ഹാർട്ട്, പിന്നെ കുറച്ച് ആർട്ടറിയുടെ റേഞ്ച് ആയിട്ട് അസെൻഡിങ് അയോട്ട, പൾമണറി ട്രങ്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സുപ്പീരിയർ വെയിൻ ഒക്കെ അസൈഗസ് വെയിൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസ് വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് പിന്നെ നെർവ്സ് നോക്കുകയാണെങ്കിൽ ഫ്രെനിക് നെർവ്, ഡീപ്പ് കാർഡിയാക് പ്ലെക്സസ്, ലിംഫ് നോഡ് നോക്കുകയാണെങ്കിൽ ട്രക്യോബ്രങ്കിയൽ ലിംഫ് നോഡ്സ്, പിന്നെ ബൈഫക്കേഷൻ ഓഫ് ട്രക്കിയ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കി, ഇതൊക്കെ പോസ്റ്റീരിയർ മിഡിൽ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻസ് ആണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ വഴി നമുക്ക് കുറേ പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഫിഗറിൽ ഇല്ലാത്ത കുറച്ച് നെർവ്സ്, കുറച്ച് ലിംഫ് നോഡ്സ് ഒക്കെ ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? സുപ്പീരിയർ മീഡിയാസ്റ്റനം, ബൗണ്ടറി, കണ്ടൻസ് എല്ലാം ഈ ഒരു ഫിഗർ വഴി നമുക്ക് ഓർക്കാൻ പറ്റും. കാരണം നമുക്ക് എല്ലാം ഒന്നും ഓർക്കാൻ എന്തായാലും പോസിബിൾ അല്ല. അപ്പം പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്ന നമ്മൾ ഈ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഫിഗറിൽ ജസ്റ്റ് കുറച്ച് ആർട്ടറികൾ, കുറച്ച് വെയിൻ, കുറച്ച് നെർവ്സ്, കുറച്ച് ലിംഫ് നോഡ്, ആ ഒരു പാറ്റേൺ ഓർക്കുക. ഓക്കെ. ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, മിഡിൽ. ഇനി മീഡിയാസ്റ്റനത്തിൻ്റെ ക്ലിനിക്കൽ ആസ്പെക്റ്റ്. മീഡിയാസ്റ്റനത്തിന് ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് നമ്മൾ മീഡിയാസ്റ്റനൈറ്റിസ് എന്ന് വിളിക്കുന്നത്. കാരണം ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആയിരിക്കുമല്ലോ. പിന്നെ മീഡിയാസ്റ്റനൽ സിൻഡ്രോംസ്, ഈ മീഡിയാസ്റ്റനൽ സ്ട്രക്ചേഴ്സിൻ്റെ കംപ്രഷനാണ് മീഡിയാസ്റ്റനൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ. കോസസ് എന്തൊക്കെയാണ്? ബ്രോങ്കിയോജനിക് കാർസിനോമ, അന്യൂറിസം ഓഫ് അയോട്ടയൊക്കെ. ഓക്കെ. then ഈ മീഡിയാസ്റ്റനൽ സിൻഡ്രോംസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: എൻലാർജ്മെൻറ്റ് ഓഫ് വെയിൻസ് ഇൻ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി, ബോഡിയുടെ അപ്പർ ഹാഫിൽ വെയിൻസിൻ്റെ എൻലാർജ്മെൻറ്റ് കാണാം. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് സുപ്പീരിയർ വെയിൻ കാവ. പിന്നെ ഈസോഫാഗസിൻ്റെ കംപ്രഷൻ വഴി ഡിസ്ഫേസിയ, ട്രക്കിയയുടെ കംപ്രഷൻ വഴി ഡിസ്നിയ, പിന്നെ ലെഫ്റ്റ് റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവിൻ്റെ കംപ്രഷൻ വഴി ഹോസ്നെസ് ഓഫ് വോയിസ്, ഇതൊക്കെയാണ്. അപ്പം കുറേ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കുറേ ക്ലിനിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. എന്നാലും ഈ രണ്ടെണ്ണം നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഒന്ന് എൻ്റെ ഇൻഫ്ലമേഷൻ, പിന്നെ മീഡിയാസ്റ്റനൽ സിൻഡ്രോംസ്. മീഡിയാസ്റ്റനെ പറ്റി ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ജസ്റ്റ് ബൗണ്ടറീസ്, കണ്ടൻസ്, ഡിവിഷനൊക്കെ. ഓക്കെ. താങ്ക് യു.